ഇടുക്കിയിലെ ഭൂമി കയ്യേറ്റങ്ങളിൽ ഏറെ ചർച്ചയായ ഒരിടമാണ് ചൊക്രമുടി മലനിരകൾ. ചൊക്രമുടിയുടെ ചരിത്രം പറയുന്ന പുസ്തകം പുറത്തിറക്കിയിരിക്കുകയാണ് എഴുത്തുകാരനായ കെ.പി. സുഭാഷ് ചന്ദ്രൻ. മൂന്നാറിലെ ഏറ്റവും മനോഹരമായ മലനിരകളിലൊന്നാണ് ചൊക്രമുടി. നീലക്കുറിഞ്ഞി പൂവിടുന്ന വരിയാടുകൾ വിഹരിക്കുന്ന ജൈവസമ്പന്ന മേഖല. ചൊക്രമുടിയെ ഈശ്വരതുല്യം കരുതുന്നവരാണ് ഇവിടുത്തെ മുതുവാൻ സമുദായം. മലനിരകളെ കീറിമുറിച്ചു നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗോത്രവർഗ ജനതയുടെ ജീവിതത്തെ തന്നെയാണ് പ്രതിസന്ധിയിലാക്കിയത്. ജൈവസമ്പത്തിന്റെ കലവറയായ മലനിരകൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുകയാണ് സുഭാഷ് ചന്ദ്രന്റെ ചൊക്രമുടി എന്ന പുസ്തകം. ധനികരായിട്ടുള്ള ആളുകൾക്ക് എവിടെയും നിയമത്തെ അനുസരിക്കാതെ എന്ത് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു പ്രത്യേകത വളർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ചൊക്രമുടി പോലെയുള്ള കേരളത്തിലെ മൂന്നാമത്തെ മലനിര പോലും കീഴ്പ്പെടുത്താൻ ധൈര്യം അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റിടങ്ങളുടെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം ഒരു കയ്യേറ്റത്തെ ഇവിടെ ചോദിക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു സന്ദേശം ഇതിലൂടെ നൽകാൻ ഒരു ഗ്രാമം ഒന്നിച്ചതിന്റെ ഒരു സവിശേഷതയാണ് ഇതിലൂടെ കാണുന്നത്. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയുടെ ചരിത്ര പുസ്തകവും ജില്ലയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഇടുക്കിയുടെ ഇന്നലകൾ എന്ന പുസ്തകവും സുഭാഷ് ചന്ദ്രൻ രചിച്ചിട്ടുണ്ട്. അടിമാലി കോനാട്ട് പബ്ലിക്കേഷൻസ് ആണ് ചൊക്രമുടി എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ദേശത്തെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി ആര് തയ്യാറെടുക്കുന്നു ആ ശക്തിക്കെതിരെ വരുന്ന ഒരു തൂലികയുടെ പടവാളായിരുന്നു കെ.പി. സുഭാഷ് ചന്ദ്രന്റെ ഈ പുസ്തകം. അപ്പോൾ ഇതിനു മുമ്പ് ഇദ്ദേഹം തന്നെ ഒരു പുസ്തകം എഴുതുന്ന ഇടമലക്കുടി, അതിന് നല്ല സ്വീകരണം ലഭിച്ചു. അത് സർക്കാർ ഏറ്റെടുത്തു. ആ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള ഒരു സാധ്യത കോനാട്ട് പബ്ലിക്കേഷൻ ഉണ്ടായി. അതിന്റെ ഒരു കൈമുതൽ നമുക്കുണ്ട്, അതിൻ്റെ ഒരു ആത്മധൈര്യമുണ്ട്. അതുകൊണ്ടാണ് ഗോത്രവർഗ ഇപ്പോഴും ചൊക്രമുടിയെ കടന്നാക്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു ശബ്ദം അത് രേഖപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം തോന്നി. ചൊക്രമുടിയുടെ വീണ്ടെടുക്കലിനായി ഒരു നാടൊന്നടങ്കം സമരരംഗത്ത് തുടരുമ്പോഴാണ് നാടിന്റെ കഥ പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. മീഡിയ 1 ഇടുക്കി.